മനുഷ്യാധ്വാനത്തിന് ഒരു വിലയും ഇല്ലാത്തതുപോലെയാണല്ലോ നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഹർഷൻ ചേട്ടൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനോനിലയുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ സമീപിക്കുന്ന ഒരു നില, അത് സത്യത്തിൽ ഭയങ്കര മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവനവനോടുള്ള അല്ലെങ്കിൽ അവനവൻ്റെ അവകാശങ്ങളോടുള്ള അജ്ഞത കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ അപരൻ്റെ വേദന അങ്ങനെ നമ്മുടേതായി കാണേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ ഈ വാർത്തയുടെ ഒക്കെ കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര പരിഹാസവും പുച്ഛവുമാണ്. അതൊരു സ്വകാര്യ കമ്പനിയാണ്, അതൊരു കോർപ്പറേറ്റാണ്, കോർപ്പറേറ്റുകളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അതിനോട് യോജിച്ച് അതിനോട് വിധേയപ്പെട്ടും വേണമല്ലോ സാധാരണ ജോലി ചെയ്യുവാൻ. അതുമാത്രവുമല്ല, അതിൽ ഇടപെടുന്ന ഇപ്പോൾ ഇന്ന് DYFI നേതാക്കൾ അവിടെ എത്തുകയുണ്ടായി, MLA അടക്കം VK സനോജും വസീഫും അടക്കം അവിടെ എത്തുകയുണ്ടായി. അതുമാത്രമല്ല, പ്രവർത്തകരും ഉണ്ടായി. മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഇതിൽ അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ താഴെ അടിയിൽ കമൻറ്റ് ആളുകൾ വന്ന് സംസാരിക്കുന്നത്, ഇതേപ്പറ്റി സംസാരിക്കുന്നത് വളരെ ചുരുക്കം പേർ മാത്രമേ ഇതിനെ അനുകൂലിക്കുന്നുള്ളൂ. അല്ലാതെ ഇത് ചെറുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവർ വീട്ടിൽ പോകൂ, എന്തിനാണ് ഇതിനൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളവരെ തിരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്പനി, ഒരു സ്വകാര്യ കമ്പനിയെ നിങ്ങളങ്ങ് വിചാരിച്ചാൽ നന്നാക്കാമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പരിഹാസവും പുച്ഛവുമാണ്. അത് എന്തൊരു അജ്ഞതയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ചില നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ഈ നിയമം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യായുസിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതൊന്നും ഇവിടെയുള്ളവർക്ക് അത് ഭയങ്കര അജ്ഞരാണ് ഒരു വിഭാഗം മുഴുവൻ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് മുതലാളിയുടെ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട വെറും നായയല്ല ഇവിടെയുള്ള തൊഴിലാളികൾ എന്നുള്ള ഒരു മിനിമം അടിസ്ഥാന ബോധ്യം ഇവിടെയുള്ള പലർക്കുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ 900-ഓളം പേരെ പിരിച്ചുവിട്ട, അവരുടെ ജീവിതം പോലും ആലോചിക്കാത്തവർ ഇങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയിലോ ജോലിക്കുള്ള യോഗ്യത എന്നുള്ളത് അടിമയായിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വിധേയപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് അതുമാത്രം റാങ്ക് മൂളിയിരിക്കുന്നതോ മറ്റോ ആണ് ഇതിൻ്റെ യോഗ്യതയും അടിസ്ഥാനവും എന്നൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ വിചാരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. തൊഴിൽ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് ഉറപ്പാക്കാൻ ഇവിടെ കുറേ സംവിധാനങ്ങളുണ്ട്. അതുമാത്രമല്ല, തൊഴിൽ ചൂഷണം എന്നുള്ളത് നമ്മൾ പ്രതിരോധിക്കുകയും വേണം. അതിനുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ലേബർ കോഡാണെങ്കിലും നമുക്ക് ആദ്യമായി മുന്നിലേക്ക് വന്നത്, അത് പഴയതുമുണ്ട് പുതിയതുമുണ്ട്. പുതിയതിലത്തെ പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പുതിയതിനെ എന്തുകൊണ്ട് ചെറുക്കണം എന്നുള്ളത്, അത് ചിലപ്പോൾ ഈ സമൂഹത്തിൽ എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയോ ഒരു സൂചനയൊക്കെ കൂടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കൂടി അതിൽ ഉൾപ്പെടുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഇവിടെയുള്ള നിയമത്തിൽ ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണല്ലോ ഈ കമ്പനിയുടെ ആദ്യത്തെ അവകാശവാദം ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലും നേരത്തെ, അതായത് ഒരു കമ്പനി പറഞ്ഞിരിക്കുന്നത്, ഹർഷൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, പഴയ നിയമത്തിൽ 100 പേരിൽ താഴെയുള്ള ഒരു കമ്പനിക്ക് അവരുടെ ജീവനക്കാരെ പിരിച്ചുവിടുവാൻ വേണ്ടി സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ട എന്നുള്ളതായിരുന്നു. അത് 300 ഉയർത്തുകയാണല്ലോ പുതിയ നിയമത്തിലുള്ളത്. പക്ഷേ ഈ കമ്പനി ആ പരിധിയിൽ പോലും പെടുന്നില്ല. അതായത് പുതിയ ലേബർ കോഡ് തന്നെ വലിയ ആശങ്കയാണ് ഇവിടെയുള്ളവർക്ക്, ഇവിടെയുള്ള ട്രേഡ് യൂണിയനുകൾക്ക്, ഇവിടെയുള്ള തൊഴിലാളികൾക്ക്. തൊഴിലവകാശങ്ങൾ ശ്രദ്ധിക്കുകയും അതിനെപ്പറ്റി ബോധവാന്മാരായവർക്കും അത് അത്രയേറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇക്കൂട്ടർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ അതിൻ്റെ പരിധിയിൽ പോലും ഈ കോറൽ ഹെൽത്ത് എന്ന് പറയുന്ന ഈ സംവിധാനം നിലവിൽ ഒരു മാന്യതയും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ നിയമങ്ങളൊന്നും അനുസരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അവർ രാവിലെ അവിടെ എത്തിയ ഒരു തൊഴിലാളിയെ, ഒരു കൂട്ടം തൊഴിലാളികളെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്തത്. എന്ന് മാത്രവുമല്ല, ചില ആളുകൾക്കെങ്കിലും അക്കൗണ്ടിലേക്ക് ഒരു 3 മാസത്തെ ശമ്പളം കൊടുക്കുകയും ഇത് കൈപ്പറ്റുന്നതോടുകൂടി, അതിൻ്റെ കുറിപ്പാണ് അതിലെ വേറൊരു ഘടകം, ഇത് കൈപ്പറ്റുന്നതോടുകൂടി കമ്പനിക്കെതിരെ ഭാവിയിൽ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതൊരു കുറിപ്പും കൂടി ഉണ്ടത്രേ അതിന് ഉള്ളിൽ എന്നുള്ളത് ചില ആളുകളുടെ പ്രതികരണങ്ങൾ കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഏകപക്ഷീയമായിട്ടാണ് തീരുമാനം. പക്ഷേ അത്തരം ഒരു തീരുമാനം എടുക്കാൻ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് നിലവിൽ അനുവാദമില്ല, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നില്ല. അത് നിയമത്താൽ ഇവിടുത്തെ തൊഴിലാളികൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള ബോധം തൊഴിലാളികൾക്കും കൂടി വേണം. അതിൽ ഈ സംഘടിതമായി അതിനെ ചെറുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം, നമുക്ക് പണിയെടുത്താൽ നമുക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു വരട്ടുവാദമാണല്ലോ. അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ
ഞാൻ പറയുന്നത് വന്ന വഴി മറക്കുവാൻ പാടില്ല ഇവിടെയുള്ളവർ. എങ്ങനെയാണ് നമ്മൾക്ക് കൂലി കിട്ടി തുടങ്ങിയത്, ഈ കൂലി അധികം ചോദിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് തൊഴിൽ ചൂഷണങ്ങളെ നമ്മൾ നിരന്തരം പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഇവിടെ സംഘടിതമായി പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ മറ്റൊരു വേർഷനാണല്ലോ നമ്മൾ ഇന്ന് കാണുന്നത്. അത് പ്രതിഷേധിക്കുവാൻ വേണ്ടി ഇപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുവാൻ വേണ്ടി ഒരു സമൂഹത്തിൻ്റെ അല്പം ഭാഗവും ഇവിടെയുള്ള അല്പം സംഘടനകളും ഉണ്ട് എന്നുള്ളത് ആശ്വാസം തന്നെയാണ് എന്തായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിലാണല്ലോ പറയുന്നത് തൊഴിലാളികളെ പിരിച്ചുവിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. അതിൽ തന്നെ അധ്യായം 9 സെക്ഷൻ 74 പിരിച്ചുവിടലിനെ കുറിച്ച് പറയുന്നത് ഏതെങ്കിലും സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉദ്ദേശിക്കുന്നതായി അറിയിച്ചുകൊണ്ട് 60 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. സർക്കാരിന് നൽകേണ്ട നോട്ടീസിൽ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉദ്ദേശിക്കുന്ന കാര്യകാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാകണം ആ നോട്ടീസിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ ഒരു കാര്യവും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനൊക്കെ ഇത് പറയുന്നത് ഇതുവരെ ഈ പുതിയ ലേബർ കോഡ് നമ്മളിവിടെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് അതൊരു വസ്തുത തന്നെയാണ്, ശരിയാണ്. അതിനെതിരെ ഇപ്പോഴും അപ്പോൾ ഈ ലേബർ കോഡിൻ്റെ പരിധിയിൽ, അതായത് ഈ കമ്പനി അവകാശപ്പെടുന്ന ലേബർ കോഡിൻ്റെ ആണല്ലോ നമ്മൾ അനുസരിച്ചാണ് നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിധിയിലൊന്നും നിലവിൽ ഇത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇക്കാര്യത്തിൽ ഉള്ളത് കേരളത്തിലുള്ളത് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടാണ് നിലവിലുള്ളത്. അത് പ്രകാരം എങ്കിലും ഒരു മാസം മുമ്പെങ്കിലും ഈ നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ്. ആ ഒരു മാസം മുമ്പും നോട്ടീസ് കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ദിവസം മുമ്പ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തൊഴിലാളികളെ വെറും ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്മൾ ഇവിടെ സിസ്റ്റങ്ങൾക്ക് വളരെ അധികം പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഓഫീസുകൾക്ക് അവർക്കാണ് കൂടുതൽ സുരക്ഷ വേണ്ടതെന്ന് പറയുന്നത് പോലെ. അതുപോലെ ഒരു തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാതെ തന്നെ അവരെ ഉപയോഗിച്ചുകൊണ്ട് പുറത്തെറിഞ്ഞേക്കാം എന്ന് മാത്രം വിചാരിക്കുന്ന മനുഷ്യ തൊഴിലിന്, അതായത് അവർ നൽകുന്ന അവരുടെ സമയത്തിനും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനും യാതൊരു വിലയുമില്ലാതെ ശമ്പളം എന്നുള്ള കാര്യത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പണിയെടുത്തതിന് കൂലി കിട്ടിയല്ലോ എന്ന നിലയിൽ മാത്രം അവർ ഉപയോഗിച്ച് ഒഴിവാക്കി കളയുന്ന ഒരു രീതിയാണ് ഈ കമ്പനികൾക്കുള്ളത്. പക്ഷേ അത് എന്തായാലും നമ്മൾ എന്ത് വില കൊടുത്തും ചെറുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ ലേബർ കോഡുകൾ കൂടി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഏകപക്ഷീയമായ കാര്യങ്ങളിലേക്കും ഇത്തരം കമ്പനികൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇതിലൊരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മളെയും തേടി വരില്ല എന്നാര് കണ്ടു എന്നുള്ളതും കൂടെ നമ്മൾ ഇപ്പോഴേ ആലോചിക്കണം. കാരണം നമ്മൾ അനുഭവിക്കാത്ത വേദനയൊന്നും നമുക്കങ്ങനെ പ്രശ്നമായി ഇത് തോന്നില്ല എന്ന് പറയുമല്ലോ, പക്ഷേ നമ്മൾ കൂടി ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നുള്ളൊരു ബോധ്യം വേണം. പിന്നെ ഈ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ഒന്നും ചെയ്യുന്നത് വലിയ കുറവായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇക്കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ അതിലൊരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സംഘടിക്കുന്നത് എന്തോ കുറവായി കാണുകയും അവർക്ക് അയ്യോ ഇവരുടെയൊക്കെ ജീവിതവും ഭാവിയൊക്കെ എന്താണ് എന്നൊക്കെ ഉത്കണ്ഠപ്പെടുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ഈ പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുന്നവരും അങ്ങനെയല്ലാതെ എന്തെങ്കിലും ക്ലബ്ബുകളോ മറ്റോ ആയിട്ടൊക്കെ പോകുന്നവരോടൊക്കെ ഒരു തരം പുച്ഛമുണ്ട്. അതൊരു തരം അവനവനസ്യത്തിലേക്ക് ഒതുങ്ങുന്നതിൻ്റെ ഭാഗമായി തോന്നുന്ന കാര്യങ്ങളാണത്. പക്ഷേ ഇത്തരം കോർപ്പറേറ്റുകളിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഘടനയ്ക്കൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് ഉണ്ടാവുന്നത്. ഈ പ്രതിരോധങ്ങളും ചെറുത്തുനിൽപ്പുകളും ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.